കേരള 108 ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും സെക്രട്ടേറിയറ്റ് മാർച്ചും. ജീവനക്കാർക്ക് ജൂൺ മാസത്തെ ശമ്പളം കിട്ടിയില്ല. EMRI ഗ്രീൻ ഹെൽത്ത് കമ്പനിക്കെതിരെ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ സമരം. സൂചനാ പണിമുടക്കും സെക്രട്ടേറിയറ്റ് മാർച്ചും CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ സമരമാണ്. 108 ആംബുലൻസിലെ ജീവനക്കാർക്ക് ശമ്പളം, ജൂൺ മാസത്തെ ശമ്പളം നാളിതുവരെയായിട്ട് നൽകാതെ ഇന്ന് 23-ാം തീയതിയായിട്ടും എന്ന് നൽകുമെന്ന് പോലും കമ്പനി ഉറപ്പും നൽകിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി സൂചന പണിമുടക്കും ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുമാണ് നടത്തിയത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് സഖാവ് അഞ്ചൻ സുരേന്ദ്രനെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ യോഗം സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചെത്തിയിരിക്കുന്ന 108 ആംബുലൻസിലെ ജീവനക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സഹകൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വ്യാപകമായി 108 ആംബുലൻസിലെ ജീവനക്കാർ CITU നേതൃത്വത്തിൽ സംഘടനയുടെ ആഹ്വാന പ്രകാരം ശക്തമായ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ ഒരു പണിമുടക്ക് എന്നുള്ള നിലയിൽ സൂചനാ പണിമുടക്കിനും നിർബന്ധിതമായിരിക്കുകയാണ്. നിർബന്ധിതമായ സാഹചര്യം അടിയന്തരമായി കേരള ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും നിർഭാഗ്യവശാൽ മന്ത്രി ഇന്നിപ്പോൾ വടക്കൻ ജില്ലകളിലാണ്. നിപ കേരളത്തെ ബാധിക്കുന്നതുകൊണ്ട് അവിടെയാണ്. ഞങ്ങൾ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുമ്പോഴും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിപ ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആംബുലൻസ് സർവീസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സൂചനാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വളരെ ഹോട്ടായിട്ട് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുൻകൈയെടുത്തുകൊണ്ട് CITUവിൻ്റെയും കൂടി അഭ്യർത്ഥന പ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനകത്ത്, ചേംബറിനകത്ത് NHMൻ്റെ ഡയറക്ടറും അതുപോലെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഡയറക്ടറുമായി വാസ്തവത്തിൽ 108 ആംബുലൻസിൻ്റെ എംപ്ലോയർ എന്നുള്ള നിലയിൽ NHM ആണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ് NHM എന്നുള്ള എല്ലാവർക്കും അറിയാം. ആ പരിമിതി ഞങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും അവർ വിളിച്ചിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 29-ാം തീയതി NHMൽ നിന്ന് ഫണ്ട് വന്നതിൽ ഒരു അലോക്കേഷൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാം. അത് GVK എന്ന് പറഞ്ഞ 108 ആംബുലൻസിന് മാനേജിന് അവർക്ക് കൈമാറിയാൽ 30-ാം തീയതി സാലറി കയറും എന്നുള്ള നിലയിൽ ഒരു ഉറപ്പ്. കഴിഞ്ഞ മാസം ശമ്പളം കിട്ടേണ്ടത് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 7-ാം തീയതിയായിരുന്നു. ഇന്ന് 21 ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്തതുകൊണ്ടാണ് ഈ പ്രതിഷേധവുമായി വന്നത്. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഈ പ്രതിഷേധ മാർച്ചും
ഇന്നത്തെ സൂചനാ പണിമുടക്ക് ഒരു ദിവസമാണ് പ്രഖ്യാപിച്ചതെന്നുണ്ടെങ്കിലും മണിക്കൂറുകൾ എടുത്തിട്ടുള്ള ഈ പണിമുടക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയെ നല്ല വിധത്തിലേക്ക് മനസ്സിലാക്കേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള മതിയായ സമയം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചെന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചെത്തിയിരിക്കുന്ന 108 ആംബുലൻസിലെ ജീവനക്കാരായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സഹകൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു.